ദർശകനും പ്രവാചകനും, സിയർ ആൻഡ് പ്രൊഫറ്റ്. പ്രവാചകനെ കുറിക്കുന്ന മറ്റ് രണ്ട് എബ്രായ പദങ്ങളാണ് റോയേഹ്, ഹോസേഹ് എന്നിവ. ഇവയിൽ ഒന്നാമത്തേതിനെ മലയാളത്തിൽ ദർശകൻ എന്നാണ് പരിഭാഷപ്പെടുത്തിയിട്ടുള്ളത്. കാണുക എന്നർത്ഥമുള്ള ക്രിയാധാതുവിൽ നിന്നാണ് ദർശകൻ എന്ന പദം വന്നത്. ദർശിക്കുന്നവൻ, ദർശകൻ. 12 സ്ഥാനങ്ങളിൽ റോയേഹ് അഥവാ ദർശകൻ എന്ന വാക്ക് കാണപ്പെടുന്നുണ്ട്. പ്രവാചകനെന്ന് പൊതുവെ വിവർത്തനം ചെയ്യപ്പെടുന്ന ഹോസേഹും ദർശിക്കുക എന്നർത്ഥമുള്ള എബ്രായ ധാതുവിൽ നിന്ന് തന്നെ നിഷ്പന്നമാണ്. ഈ പ്രയോഗം പഴയ നിയമത്തിൽ 20 സ്ഥാനങ്ങളിലുണ്ട്. പ്രവാചകനെ കുറിക്കുന്ന ഈ രണ്ട് പദങ്ങളും ഏറെക്കുറെ സമാന്തരമായി തന്നെ പ്രയോഗിച്ചു കാണുന്നുമുണ്ട്. ഗാദ് പ്രവാചകൻ ദർശകനായിരുന്നു. 2 ശമൂവേൽ 24:11. ദൈവകൽപ്പന അനുസരിച്ച് നടക്കുവാൻ യഹൂദയെയും ഇസ്രായേലിനെയും ഉപദേശിച്ചത് പ്രവാചകന്മാരും ദർശകന്മാരുമായിരുന്നു. 2 രാജാക്കന്മാർ 17:13. പ്രവാചക ശുശ്രൂഷയെ കുറിക്കുവാൻ സാമാന്യ അർത്ഥത്തിൽ ദർശകൻ, പ്രവാചകൻ എന്നീ പദങ്ങൾ യെശയ്യാവ് 30:10 സമാന്തരമായി പ്രയോഗിച്ചിട്ടുണ്ട്. അവർ ദർശകന്മാരോട് ദർശിക്കരുത്, പ്രവാചകന്മാരോട് നേരുള്ളത് ഞങ്ങളോട് പ്രവചിക്കരുത് എന്ന് പറയുന്നു. ദർശകനും പ്രവാചകനും തമ്മിൽ ക്രമത്തിൽ പൂർവാപര ബന്ധമുള്ളതുപോലൊരു സൂചന 1 ശമൂവേൽ 9:9 കാണുന്നുണ്ട്. പണ്ട് ഇസ്രായേലിൽ ഒരുത്തൻ ദൈവത്തോട് ചോദിപ്പാൻ പോകുമ്പോൾ, വരുവീൻ, നാം ദർശകന്റെ അടുക്കൽ പോക എന്ന് പറയും. ഇപ്പോൾ പ്രവാചകൻ എന്ന് പറയുന്നവനെ അന്ന് ദർശകൻ എന്ന് പറഞ്ഞു വന്നു. ദർശകനും പ്രവാചകനും തമ്മിൽ എന്തെങ്കിലും വ്യക്തമായ വ്യത്യാസമുണ്ടായിരുന്നോ എന്നത് നേരത്തെ പറഞ്ഞ വാക്യത്തിൽ നിന്ന് അനുമാനിക്കാൻ സാധ്യവുമല്ല. കൂടാതെ പ്രസ്തുത വാക്യത്തിൻ്റെ സെപ്റ്റുവജന്റ് പാഠം വളരെ സ്പഷ്ടമായി ദർശകനും പ്രവാചകനും ഒന്നാണെന്ന് പ്രസ്താവിക്കുകയും ചെയ്യുന്നുണ്ട്. പ്രവാചകനെ ആളുകൾ ദർശകനെന്ന് വിളിച്ചു വന്നു എന്നതാണ് സെപ്റ്റുവജന്റ് പാഠം. പ്രവാചകന്റെ സർവ്വസാധാരണമായ പേരായിരുന്നു ദർശകൻ. ശമൂവേൽ പ്രവാചകന്റെ കാലത്തിന് മുൻപ് ദൈവത്തിൻ്റെ ദൂത് വഹിക്കുന്ന വ്യക്തി പ്രവാചകൻ എന്നതിലേറെ ദൈവപുരുഷൻ എന്ന് അറിയപ്പെട്ടിരുന്നു. രാജവാഴ്ചയുടെ ആദ്യ ഘട്ടങ്ങളിൽ ഈ 2 പദങ്ങളും ഏതാണ്ട് പര്യായങ്ങളായി തീർന്നു. പക്ഷെ പ്രവാചകന്റെയും ദർശകന്റെയും പ്രവർത്തന മേഖല വ്യത്യസ്തങ്ങളായി കരുതപ്പെട്ടിരുന്ന ഒരു കാലത്തെ കുറിക്കുകയാകണം. 1 ശമൂവേൽ 9:10. തുടർന്നുള്ള പഴയ നിയമ പ്രയോഗങ്ങളിൽ പ്രവാചകൻ എന്ന പദത്തിൻ്റെ അർത്ഥ വിവക്ഷകളെല്ലാം തന്നെ ദർശകനിലുള്ളതായി കാണുന്നുണ്ട്. ലക്ഷണം പറയുക. സഖരിയാവ് 10:2, എഹെസ്കേൽ 21:21. സംഭവങ്ങളെ വിവേചിക്കുക. സങ്കീർത്തനം 46:8, യെശയ്യാപ്രവചനം 5:12. സ്വഭാവം ശോധന ചെയ്യുക. 1 ശമൂവേൽ 16:1, സങ്കീർത്തനം 11:4, 7. ദൈവത്തെ ദർശിക്കുക. സങ്കീർത്തനം 24:7, യെശയ്യാപ്രവചനം 6:5. പ്രതിക്രിയ ചെയ്യുക. സങ്കീർത്തനം 58:10, 54:7 എന്നിവയ്ക്കും പ്രവാചക വൃത്തിക്ക് പൊതുവേയും യെശയ്യാപ്രവചനം 1:1, എഹെസ്കേൽ 13:3, ദർശകൻ, പ്രവാചകൻ എന്നിവയുടെ മൂലപദങ്ങൾ വിവേചനരഹിതമായി തന്നെ പ്രയോഗിച്ചിരിക്കുന്നത് കാണാൻ കഴിയും. യെശയ്യാപ്രവചനം 29:10 പ്രവാചകനും ദർശകനും ഒരേ അർത്ഥമാണുള്ളത്. അനന്തരകാലത്ത് പ്രവാചകനും ദർശകനും തമ്മിൽ വ്യത്യാസം കൽപ്പിച്ചിരുന്നില്ലെന്നത് നേരത്തെ പറഞ്ഞ ദൃഷ്ടാന്ത ഭാഗങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. അമസ്യാവ് ആമോസിനെ പ്രവാചകൻ അഥവാ ഹോസേഹ് എന്ന് വിളിച്ചു. യഹൂദയിൽ പ്രവചിക്കരുതെന്ന് അദ്ദേഹം പറഞ്ഞു. ആമോസ് 7:12. അതിന് ആമോസ് നൽകിയ മറുപടി, ഞാൻ പ്രവാചകനല്ല, അതായത് നാവിയല്ല, പ്രവാചക ശിഷ്യനുമല്ല എന്നത്രേ. ദർശകനും പ്രവാചകനും എന്നുള്ള വിഷയം തുടർന്നുള്ള ഭാഗം അടുത്ത എപ്പിസോഡിൽ നമുക്ക് കേൾക്കാം.